നഗരത്തിന്റെ 10 വർഷത്തിലേറെ നീണ്ട ആവശ്യത്തിനാണ് മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ചതോടെ സാക്ഷാത്കാരമാകുന്നത്. കൊച്ചിയിൽ മെട്രോ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ KMRL തന്നെയാകും തിരുവനന്തപുരത്തും പദ്ധതി നടപ്പിലാക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാപ്പനംകോടാണ്. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിന് അടുത്തുകൂടി ഈഞ്ചക്കലിൽ അവസാനിക്കുന്ന തരത്തിലായിരിക്കും 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മെട്രോയുടെ ആദ്യഘട്ടം. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ: തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം സെക്രട്ടേറിയറ്റ്, പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ. തിരുവനന്തപുരത്തിന്റെ വികസന രംഗത്തെ കുതിച്ചുചാട്ടമായി മെട്രോ റെയിൽ പദ്ധതി മാറുമെന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നു. നമുക്ക് വരുന്ന മെട്രോ എല്ലാ രീതിയിലും നല്ല, കാരണം റോഡ് വഴി കവർ ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷൻ കവർ ചെയ്യുന്നു, എയർപോർട്ട് കവർ ചെയ്യുന്നു, ഈഞ്ചക്കൽ. പിന്നെ ഈ വന്നിരിക്കുന്ന 3 സ്ഥലത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പം അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈഞ്ചക്കൽ ടു വിഴിഞ്ഞം ആണ് ഇതിന്റെ അടുത്ത ഒരു സ്റ്റേജ്. പാപ്പനംകോട് ടു നെയ്യാറ്റിൻകര, കഴക്കൂട്ടം ടു ആറ്റിങ്ങൽ. അപ്പോൾ ഈ ഇത്രയും ഏരിയയിൽ വികസിക്കുമ്പം തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് ആ സിറ്റിയുടെ വലിപ്പം അങ്ങ് കൂടുവാണ്. അപ്പം അത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു 2029-30 ഒക്കെ ആകുമ്പം തിരുവനന്തപുരത്തിനുള്ള മെട്രോ സ്റ്റാറ്റസ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന് സത്യം. 27 സ്റ്റേഷനുകൾ പിന്നിട്ട് 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ ആദ്യഘട്ടം ഈഞ്ചക്കലിൽ അവസാനിക്കുമ്പോൾ ഏതാണ്ട് 7,750 കോടി രൂപ ആകെ പദ്ധതിയുടെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ 20% ചെലവ് സംസ്ഥാനവും 20% കേന്ദ്രവും വഹിച്ചുകൊണ്ട് ശേഷിക്കുന്ന 60% കടമെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് 30% പദ്ധതി ചെലവ് സംസ്ഥാനവും 30% ചെലവ് കേന്ദ്രവും എടുക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന 40% ആയി കടമെടുപ്പിന്റെ പരിധി കുറയ്ക്കാനാകുമെന്നൊരു വിലയിരുത്തലും സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം തുടങ്ങിയ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിവേഗം കുതിച്ചുവരുന്ന തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് മെട്രോ റെയിൽ പദ്ധതി ഗതിവേഗം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.